എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം കേവലം ഒരു ക്രിക്കറ്റ് ലോകകപ്പ് വിജയത്തിന് മാത്രമല്ല ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. മറിച്ച് വർഷങ്ങളോളം അപമാനങ്ങളുടെയും അവഗണനകളുടെയും നിശിതമായ വിമർശനങ്ങളുടെയും കയ്പുനീർ കുടിച്ച ഒരു ഇതിഹാസ നായകന്റെ രാജകീയമായ തിരിച്ചുവരവിനും ഒരു നീണ്ട വനവാസത്തിന്റെ അന്ത്യത്തിനും കൂടിയാണ് ആ ഗ്രൗണ്ട് വേദിയായത്. അതെ, കേരളത്തിന്റെ സ്വന്തം അഭിമാനമായ സാക്ഷാൽ സഞ്ജു സാംസൺ എന്ന പോരാളിയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അത്. ന്യൂസിലൻഡിനെതിരായ ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ 89 റൺസിന്റെ ചരിത്ര ഇന്നിംഗ്സിലൂടെ ലോകകിരീടം ഇന്ത്യയ്ക്ക് സമ്മാനിക്കുകയും ടൂർണമെന്റിലുടനീളം തന്റെ ബാറ്റുകൊണ്ട് സംഹാരതാണ്ഡവമാടുകയും ചെയ്ത സഞ്ജുവിനെ ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള മാൻ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം നൽകി ആദരിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നാകെ സഞ്ജു സഞ്ജു എന്ന നാമജപത്താൽ പ്രകമ്പനം കൊണ്ടു. 1.5 ലക്ഷത്തോളം വരുന്ന കാണികളെയും കല്ലുപോലുള്ള ശിലാഹൃദയമുള്ളവരെ പോലും കരയിപ്പിക്കുന്ന ഒരു അവിസ്മരണീയ കാഴ്ചയ്ക്കാണ് പിന്നീട് അഹമ്മദാബാദ് സാക്ഷ്യം വഹിച്ചത്. തന്റെ സ്വപ്നതുല്യമായ ആ സുവർണ കിരീടം ഏറ്റുവാങ്ങാൻ സഞ്ജു വേദിയിലേക്ക് നടന്നെടുക്കുമ്പോൾ VIP സ്റ്റാൻഡിലുണ്ടായിരുന്ന ഭാര്യ ചാരുലത സാംസണിന് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകിത്തുടങ്ങി. അതൊരു വെറുമൊരു സന്തോഷാശ്രുവായിരുന്നില്ല, മറിച്ച് യാതൊരു കാരണവുമില്ലാതെ സഞ്ജുവിനെ ടീമിൽ നിന്ന് തഴഞ്ഞപ്പോൾ ആ വീട് മുഴുവൻ ഇരുളടഞ്ഞ മായാത്ത സങ്കടങ്ങളുടെയും ഉറക്കമില്ലാത്ത രാത്രികളുടെയും ബാക്കിപത്രമായിരുന്നു ആ കണ്ണീർ. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ബൗണ്ടറി ലൈനിനരികിൽ നിന്നിരുന്ന ഭാര്യയുടെ അടുത്തേക്ക് സഞ്ജു ഓടിയെത്തിയപ്പോൾ അവിടെ അരങ്ങേറിയത് ഭാരതീയ സംസ്കാരത്തിന്റെ അത്യപൂർവമായ ഒരു നീർക്കാഴ്ചയാണ്. ആവേശത്തോടെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നതിനു പകരം ആ പുതിയ ലോകവിജയിയുടെ മുന്നിൽ അല്പം കുനിഞ്ഞ് അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കുകയാണ് ചാരുലത ചെയ്തത്. ഇതുകണ്ട് വിതുമ്പിയ സഞ്ജു ഉടൻ തന്നെ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്തു. ഇരുവരും പരസ്പരം ആലിംഗനം ചെയ്ത് ഏറെ നേരം കരഞ്ഞപ്പോൾ 1.25 ലക്ഷം വരുന്ന കാണികൾ ആ ചരിത്ര സമാഗമത്തിന് സാക്ഷികളായി എഴുന്നേറ്റുനിന്ന് കൈയടിച്ചു. മത്സരശേഷമുള്ള പ്രസന്റേഷൻ ചടങ്ങിന് ശേഷം മാധ്യമങ്ങൾ ചാരുലത സാംസനെ വളഞ്ഞപ്പോൾ തൊണ്ടയിടറിക്കൊണ്ടും സങ്കടം കടിച്ചമർത്തിക്കൊണ്ടും അവർ നൽകിയ മറുപടി പരാജയങ്ങളിൽ തളർന്നുപോകുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. ചാരുലത പറഞ്ഞു, "ഇന്നെനിക്ക് അനുഭവിക്കുന്ന വികാരം ലോകത്ത് ഒരു വാക്കുകൾക്കും വർണ്ണിക്കാൻ കഴിഞ്ഞേക്കില്ല. സഞ്ജുവിന്റെ കൈകളിലിരിക്കുന്ന ഈ മാൻ ഓഫ് ദി ടൂർണമെന്റ് ട്രോഫി വെറുമൊരു പുരസ്കാരമല്ല, ഉറക്കമില്ലാതെ അവൻ തള്ളി നീക്കിയ ആയിരക്കണക്കിന് രാത്രികൾക്കുള്ള കാലത്തിന്റെ മറുപടിയാണിത്. യാതൊരു തെറ്റും ചെയ്യാതെ ടീമിൽ നിന്ന് അവനെ പുറത്താക്കിയ ദിനങ്ങളിൽ ഞാൻ സഞ്ജുവിനെ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ അവനെ പരിഹസിച്ചപ്പോൾ, അവന്റെ കരിയർ അവസാനിച്ചെന്ന വിധിയെഴുതിയപ്പോൾ അവൻ ഒന്നും മിണ്ടാതെ വീട്ടിൽ വന്നിരിക്കുമായിരുന്നു. പക്ഷേ അവൻ ഒരിക്കലും ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. തന്റെ സങ്കടങ്ങളും ദേഷ്യവുമെല്ലാം അവൻ നെറ്റ്സിൽ രാപകലില്ലാതെ വിയർപ്പൊഴുക്കി തീർക്കുകയായിരുന്നു. ഇന്ന് ഫൈനലിൽ ആ 89 റൺസ് നേടി അവൻ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചപ്പോൾ എനിക്ക് തോന്നി, ദൈവത്തിന്റെ കോടതിയിൽ നീതി വൈകിയാലും ഒരിക്കലും നിഷേധിക്കപ്പെടില്ല എന്ന്. ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ചത് എന്റെ ഭർത്താവ് നടത്തിയ ആ ഇതിഹാസ സമാനമായ പോരാട്ടങ്ങളോടുള്ള എന്റെ ഭാര്യയുടെ അങ്ങേയറ്റത്തെ ആദരവാണ്. എനിക്ക് അദ്ദേഹം എന്നും ഒരു ചാമ്പ്യനായിരുന്നു. എന്നാൽ ഇന്ന് ലോകവും അംഗീകരിച്ചിരിക്കുന്നു, സഞ്ജു കേവലം ഒരു കളിക്കാരനല്ല, ഒരു ലെജൻഡാണെന്ന്." ചാരുലത അവിടെയും നിർത്തിയില്ല. സഞ്ജുവിന്റെ സ്വർണ്ണഹൃദയത്തെക്കുറിച്ചും നിസ്വാർത്ഥമായ രാജ്യസ്നേഹത്തെക്കുറിച്ചും അവർ വാചാലയായി. "സഞ്ജു ഒരിക്കലും തനിക്കുവേണ്ടി ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ചാരു, എനിക്ക് ഒരേ ഒരു അവസരം മതി നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ അഭിമാനം വാനോളം ഉയർത്താൻ എന്നാണ് അവൻ എന്നോട് എപ്പോഴും പറഞ്ഞിരുന്നത്. ആ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായത്." ലോകകപ്പ് വിജയത്തിനു ശേഷം നായകൻ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും കൂടി ആദരവോടെ അവനെ തോളിലയറ്റി നടന്നപ്പോൾ കഴിഞ്ഞ 10 വർഷമായി സഞ്ജു അനുഭവിച്ച യാതനകളുടെയും സഹനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഓർമ്മകൾ ഒരു ചലച്ചിത്രം പോലെയാണ് എന്റെ കൺമുന്നിലൂടെ കടന്നുപോയത്. കണ്ണീരും സ്നേഹവും ത്യാഗവും വിജയവുമെല്ലാം ഒത്തുചേർന്ന ആ രാത്രി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു വൈകാരിക അധ്യായമായി എന്നേക്കുമായി എഴുതി ചേർക്കപ്പെട്ടു. ഈ ഒറ്റ രാത്രി കൊണ്ട് സഞ്ജു സാംസൺ എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുക മാത്രമല്ല ചെയ്തത്, മറിച്ച് തോൽവികളിൽ തളർന്നുപോകുന്ന ഏതൊരു സാധാരണക്കാരനും പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും ജീവിക്കുന്ന പാഠപുസ്തകമായി മാറുകയായിരുന്നു അഹമ്മദാബാദിലെ ആ രാത്രിക്ക് ശേഷം. അഹമ്മദാബാദിലെ ആ രാത്രിക്ക് ശേഷം വീണ്ടും ഒരു സൂര്യൻ ഉദിച്ചപ്പോൾ ലോകം കണ്ടത് കേവലം ഒരു ക്രിക്കറ്റ് താരത്തെയല്ല, മറിച്ച് കണ്ണീരിനെയും അവഗണനകളെയും തന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യം കൊണ്ട് പരാജയപ്പെടുത്തിയ ഒരു യഥാർത്ഥ ഇതിഹാസത്തെ. സഞ്ജുവിന്റെ ബാറ്റിന്റെ കരുത്തും ചാരുലതയുടെ കണ്ണീരിന്റെ വിശുദ്ധിയും 1.5 ലക്ഷം കാണികളുടെ നെഞ്ചുപൊട്ടിയുള്ള ആ ആരവവും കാലം എത്ര കഴിഞ്ഞാലും ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വൈകാരികവും ആവേശകരവുമായ അധ്യായമായി കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ഒരു കെടാവിളക്കായി എക്കാലവും ജ്വലിച്ചു നിൽക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.